ഹായ് ഇന്ന് ആർജുവിനും ആരവിനും ഫ്ലാഗ് ക്വിസാണ്. ഓരോ കൺട്രീസിൻ്റെ ഫ്ലാഗ് കാണിക്കും. അത് കണ്ടിട്ട് ഏത് കൺട്രിയുടെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റത്തെ കാണിക്കട്ടെ. ഇതാ സ്ക്രീനിലോട്ട് നോക്കിക്കോളൂ. ഏതാ കൺട്രി? ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാടാണ് ജപ്പാൻ. അപ്പോൾ ഈ ഫ്ലാഗ് നമുക്ക് എല്ലാവർക്കും ഓർത്ത് വയ്ക്കാനുള്ള ഒരു ക്ലൂ കൊടുക്കാവോ? അത് സൂര്യനാണല്ലേ. ഉദയസൂര്യൻ്റെ നാടായ ജപ്പാൻ്റെ ഫ്ലാഗാണ്. അപ്പോൾ സൂര്യനെ ഓർത്താൽ മതി. അപ്പോൾ ആ ഫ്ലാഗ് കാണുമ്പോൾ ജപ്പാനാന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആർജുനോട് ചോദിക്കാവേ. ആർജുൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റെയാ? ചൈന. ചൈനയുടെ ഫ്ലാഗ് എങ്ങനെയാ ഇരിക്കുന്നത്? അപ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ കാണണം സ്റ്റാർ അല്ലേ. ഒരു വലിയ യെല്ലോ സ്റ്റാർ ഉണ്ട്, 4 ചെറിയ യെല്ലോ സ്റ്റാർസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറാണ്. ചൈനീസ് ഫ്ലാഗിൻ്റെ ആ റെഡ് കളർ കാണിക്കുന്നത് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷനെ ഓർപ്പിക്കാനാണ്. ഓക്കെ, ആ 5 സ്റ്റാർസ് കാണിക്കുന്നത് അവിടുത്തെ ജനങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു ഐക്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ഐക്യത്തെയാണ് ആ 5 സ്റ്റാർസ് കാണിക്കുന്നത്. അപ്പോൾ ചൈനയുടെ സ്റ്റാറിനെ മറക്കില്ലല്ലോ. റെഡ് ബാക്ക്ഗ്രൗണ്ട്, ഒരു വലിയ സ്റ്റാറും പിന്നെ 4 ചെറിയ സ്റ്റാറും. ഓക്കെ, സ്ക്രീനിൽ കാണുന്നത് ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗാണ്? ശ്രീലങ്ക. ശ്രീലങ്ക എന്ന് പറയാൻ കാരണം അത് എന്ത് കണ്ടപ്പോഴാണ് മനസ്സിലായി ശ്രീലങ്ക എന്ന്? ലയൺ അല്ലേ. ആ ലയൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു വാളുള്ള ലയൺ ഉണ്ട്, പിന്നെ ഒരു ഗ്രീനും ഓറഞ്ചും സ്ട്രൈപ്പ് ഉണ്ട് അല്ലേ. 2 കളർ ഉണ്ട് സ്ട്രൈപ്സ്, ഗ്രീൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട്. തെറ്റോ? എന്താ? ശരിയാണ്, ലയൺ യെല്ലോ കളറാണ്. ലയൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഉണ്ട് അല്ലേ. ഇപ്പോൾ റെഡ് കളർ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട് അല്ലേ. ഇതെന്താണ് ഈ ലയൺ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് അറിയോ? ശ്രീലങ്കയിലെ സിംഹള വംശത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അർജു പറയൂ, സ്ക്രീനിൽ കാണുന്ന ഏത് കൺട്രി ഫ്ലാഗാണ്? USA ഫ്ലാഗ്. എന്താ അതിൻ്റെ പ്രത്യേകത? 50 stars, 13 red and white stripes ഉണ്ട്. 13 റെഡ് ആൻഡ് വൈറ്റ് ലൈൻസ് ഉണ്ട്, പിന്നെ 50 സ്റ്റാർസ് ഉണ്ട് അല്ലേ. USA 50 സ്റ്റേറ്റ്സ് ഉണ്ട്, 50 സ്റ്റേറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് 50 സ്റ്റാർ, 50 സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട്. പിന്നെ 13 വൈറ്റ് ആൻഡ് റെഡ് ലൈൻസ് അവിടുത്തെ 13 കോളനീസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആരവ് ഇത് ഏത് കൺട്രിയുടെ ഫ്ലാഗ് സ്ക്രീനിൽ? യുകെയുടെ ഫ്ലാഗിൻ്റെ പ്രത്യേകത എന്താ? ക്രോസ് ഉണ്ട് അല്ലേ. ക്രോസ് ഉണ്ട്. ഏതൊക്കെ കളേഴ്സ് ഉള്ളത് അതിനകത്ത്? റെഡ് വൈറ്റ് ബ്ലൂ ക്രോസ് ഉള്ളത് യുകെയുടെ ഫ്ലാഗാണ് അല്ലേ. യുകെയുടെ കിട്ടിയില്ലേ. നെക്സ്റ്റ് ഏതാണ് സ്ക്രീനിൽ കാണുന്ന അർജു? കാനഡയുടെ ഫ്ലാഗിന്റെ പ്രത്യേകത എന്താ? മാപ്പിൾ ട്രീയുടെ ലീഫാണ് അല്ലേ നടുക്ക് കാണുന്ന. ഒരു വൈറ്റ് റെക്റ്റാങ്കിളിൽ മാപ്പിൾ ട്രീയുടെ ലീഫ് ഉണ്ട്. കാനഡയിലെ ഐഡൻറ്റിറ്റി പ്രതീകമാണ് ഈ മാപ്പിൾ ട്രീ, അതിലെ ലീഫാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പറയുന്നത് ഓർത്ത് നമുക്ക് പറയാം. ശ്രീലങ്കയുടെ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ഓർക്കുക? ലയൺ, വാള പിടിച്ചുകൊണ്ടിരിക്കുന്ന ലയനാണ്. ജപ്പാൻ എന്ന് പറയുമ്പോൾ റെഡ് സർക്കിള്, സണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ. പിന്നെ ചൈന എന്ന് പറയുമ്പോൾ 5 സ്റ്റാർസ് ഉണ്ട് ചൈനയിൽ. ഒരു റെഡ് ഫ്ലാഗ് എന്നിട്ട് 5 സ്റ്റാർസാണ് അതിനകത്തുള്ളത്. പിന്നെ USA 50 സ്റ്റാർസ് ഉണ്ട്, 13 ലൈൻസ് ഉണ്ട് അല്ലേ. UK ക്രോസ് ഉണ്ട് UKക്ക്. പിന്നെ കാനഡയിൽ മാപ്പിൾ ലീഫ് ഉണ്ട്. ഓക്കെ,